Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer ആരാണ്? ഞാൻ പറയാം. Good morning, ma'am. Good morning, all. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. നല്ലതായിരുന്നു, ഒരുപാട് നല്ല വോയിസ്. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഇൻ ആൻഡ് തോട്ട് ഓഫ് ദി ഡേ ആരൊക്കെയാണ്? സൈൻ ഇൻ ഞാനാണ് മാം. എന്റെ പേര് രസ്ന. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളിയായിട്ട് പ്രയർ ചൊല്ലി നമ്മുടെ സീനു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്മൈലിനെ കുറിച്ചാണ്. പുഞ്ചിരി, നമ്മുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി ഒരു ഒരു എന്താ പറയാ, ഒരു ലൈഫിൽ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് സൈൻ ഇൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുഞ്ചിരി എന്ന് വെച്ചാല് ഒരു കുഞ്ഞു കൊച്ചിന്റെ മുഖത്തും അതുപോലെ വയസ്സായി അസുഖമായിട്ട് കിടക്കുന്ന ഒരു മുത്തശ്ശിയുടെ മുഖത്തും നമ്മുടെ യങ് ആയിട്ടുള്ള ഒരാളുടെ മുഖത്തും ഈ പുഞ്ചിരി വന്നാല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത് ചിലപ്പോ അയാളുടെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അന്നത്തെ ഡേ പോലും അയാളുടെ മാറ്റിമറിക്കും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ, ഇപ്പോ ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചർ മുഖം വീർപ്പിച്ചാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ കുട്ടികളുടെ കഥ തീർന്ന്. അതിനുവേണ്ടി നമ്മുടെ അപർണ മിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ മുഖത്ത് വരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, മിസ് ത്രൂ ഔട്ട് ആ 1 hour നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ക്ലാസ് എടുക്കുക. സോ അത് ഭയങ്കര പോസിറ്റീവാണ്, ഓരോരുത്തർക്കും പോസിറ്റീവാണ്. മിസ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ സംസാരിക്കും, അയ്യോ മിസ് ഇവൻ മിസ് എന്താ ഇന്ന് മുഖം ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. സോ എല്ലാവരും പുഞ്ചിരിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു രാവിലെ തന്നെ പുഞ്ചിരിച്ച് തുടങ്ങുക. നമ്മുടെ മക്കളെ പുഞ്ചിരിച്ചുകൊണ്ട് എണീപ്പിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് അവരെ സ്കൂളിലേക്ക് വിടുക. ഈവൻ നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ ജോലിയുടെ സ്ട്രെസ്സും ബുദ്ധിമുട്ടൊക്കെ കാരണം ആളിങ്ങനെ മുഷിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ച് നമ്മൾ അങ്ങോട്ട് പോയി ചിരിപ്പിക്കാണ്ട് നമ്മൾ കുഞ്ഞു പുഞ്ചിരി മുഖത്ത് വിടർത്തി ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുടെ സ്ട്രെസ് ഒരു 50% കുറയും. അപ്പൊ ആള് ഓക്കെ അതിന് ശേഷം നമ്മളോട് നല്ല രീതിക്ക് പെരുമാറും. അപ്പൊ എല്ലാവരുടെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷനനുസരിച്ച് മാത്രം ചിരിക്കുക. ചിലപ്പോൾ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി ചിരിച്ചാൽ ചിലപ്പോൾ അടി മേടിക്കും. സോ നല്ല രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പോസിറ്റീവ് ആയിട്ട് വരുന്ന രീതിയിൽ എപ്പോഴും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് എന്നും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലാസ്സിലേക്ക് അപർണ മാമിനെയും എന്റെ ചങ്കുകളുടെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ. സൈനിങ് ബൈ രസ്ന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജോളി. നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ രസ്ന. ഓക്കെ, ഇനി തോട്ട് ഓഫ് ദി ഡേ മാം,
Thought of the day. Education is the key to unlocking the world. It is the passport to freedom. Oprah, said by Oprah Winfrey. Thank you, ma'am. താങ്ക് യു. നമ്മള് അടുത്ത ക്ലാസ്സില് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്? അതെ മാം. എവിടം വരെ എടുത്തു? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷന് മുമ്പ് വരെ എടുത്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ. എവിടെ വരെ എടുത്തു? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം അതിന്റെ ABCD I വരെ പറഞ്ഞു. ഈ വരെയും പറഞ്ഞു. I it is the family's duty to teach the children civic duties അതുവരെ പറഞ്ഞു. ഓക്കെ സിവിക് ഡ്യൂട്ടീസ് വരെയും പറഞ്ഞു. ഓക്കേടാ. ഇനി കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് സാധാരണ കോമ്പൻസേറ്ററി കമ്പൽസറി എഡ്യൂക്കേഷൻ കേട്ടിട്ടുള്ളത് ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും കമ്പൽസറി എഡ്യൂക്കേഷൻ. അത് കേട്ടില്ലേ? നിർബന്ധമായിട്ട് ഇത്രയും ഏജ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ വേണമെന്ന് 6 to 14 അല്ലേ മാം? 6 to 14 വരെയുള്ള കുട്ടികൾക്ക് ഫ്രീയും കമ്പൽസറി എഡ്യൂക്കേഷനും വേണമെന്ന് നിർബന്ധമാണ്. അപ്പോ നമ്മൾ ഈ കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ കുറച്ച് കുട്ടികളുണ്ട് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആവശ്യമുള്ള ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചില കുട്ടികൾക്ക് അവരുടേതായ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവും. എക്സാമ്പിൾ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപർഷൻ, കാഴ്ചക്കുറവ്, നഷ്ടപരിഹാരം. അത് കോമ്പൻസേറ്ററിയുടെ മീനിങ് ആണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നഷ്ടപരിഹാരം കോമ്പൻസേറ്ററി. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സിനെ കുറിച്ചിട്ടാണ്. ഏതെല്ലാം കുട്ടികൾക്കാണ് സ്പെഷ്യൽ നീഡ്സ് ഉള്ളത്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, the childrens who due to their mental or physical limitation need extra care and support to reach their maximum potential. ചില കുട്ടികൾക്ക് സാധാരണ കുട്ടികൾക്കല്ല, ചില കുട്ടികൾക്ക് നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം. എന്നാൽ മാത്രമേ അവരുടെ നീഡ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കാഴ്ച പരിമിതികളുള്ള കുട്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്തവരായിരിക്കും, ചിലപ്പോൾ ഇപ്പൊ കാഴ്ച പരിമിതികളുള്ള കുട്ടികളായിരിക്കും, കാഴ്ച കുറവുള്ള കുട്ടികൾ. അതേപോലെ ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ, കേൾവി കുറവുള്ള കുട്ടികൾ. അതേപോലെ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. അതേപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഫിസിക്കലായിട്ട് അവർക്ക് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റാത്ത ബോഡീസ്. അങ്ങനത്തെ കുട്ടികൾക്കാണ് നമ്മൾ ഏത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. നമ്മൾ ഈ കുട്ടികളെ നമ്മൾ പറയുന്നത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. പറഞ്ഞ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എല്ലാവർക്കും മനസ്സിലേക്ക് വന്നല്ലോ. ഏതെല്ലാം കുട്ടികൾക്കാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ്, മോണ്ടിസോറി ടീച്ചേഴ്സിന് ഏത് ടൈപ്പ് സ്കൂളിലാണ് ട്രെയിനിങ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസിന്റെ കൂടെ ആയിരിക്കും, എന്ന് വെച്ചാൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സ്കൂളിലായിരിക്കും. ഞാൻ ഒരു ഇത് വായിക്കുമ്പോൾ എന്റെ ഒരു ലൈഫിലൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പോ എന്തെല്ലാമാണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് നോക്കാം. വിഷൻ, ഹിയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, തിങ്കിങ്, ലേണിംഗ്, മൂവ്മെന്റ്സ്, മെന്റൽ ഹെൽത്ത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളും ഉള്ള കുട്ടികൾ ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് നമുക്ക് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി പറയുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റി നമുക്ക് പറയാം. അവർക്ക് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാവും, അവർക്ക് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അരക്ക് കീഴ്പോട്ട് തളർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ പറയാറില്ലേ, പഠന വൈകല്യങ്ങളുള്ള കുട്ടികളാണ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്, അവർക്ക് അത്ര ഐക്യൂ ഇല്ല, നമ്മൾ എപ്പോഴെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുട്ടികള്. പിന്നെ സൈക്രിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളത്. സൈക്യാട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നത്. വിഷ്വലി ഇംപേർഷൻഡ്, കാഴ്ച പൂർണ്ണമായിട്ടില്ലാത്ത കുട്ടികള്. അതേപോലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികള്. പിന്നെ എന്താണ് ഹിയറിംഗ് ഇംപേർഷൻഡ്, കേൾവി പൂർണ്ണമായിട്ടില്ലാത്ത കുട്ടികളുണ്ടാവും. കേൾവി പരിമിതിയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ചെറുതായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും, ചെറു മെഷീനിലേക്ക് സഹായത്തോടെ ചിലപ്പോൾ അവർക്ക് കേൾവി ശക്തി ഉണ്ടാവും. അപ്പൊ
പിന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, നമ്മുടെ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ നമ്മൾ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് പറയാറ്. ഹൗ ടു ഡീൽ വിത്ത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്? നമ്മൾ ഈ കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്യും? നമ്മൾ സാധാരണ കുട്ടികളോട് പറയുന്ന പോലെ നമുക്ക് അടച്ച് ഇരുത്തി പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. പക്ഷെ ഇങ്ങനത്തെ കുട്ടികളോട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? എന്റെ ഒരു ഒപ്പീനിയനിൽ ഇങ്ങനത്തെ കുട്ടികളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻസ് ആണ്. നമുക്ക് ടീച്ചർ ആവാന്നുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത്രയും പേഷ്യൻസ് ഉള്ളവർ മാത്രമേ ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സ്കൂളിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പേഷ്യൻസ് വേണം. കാരണം അത്രയും നമ്മള് ചെറിയ കുട്ടികളുണ്ട് കേട്ടോ, ഒരുപാട് ഏജ് ഒക്കെ ഉണ്ടാവും. മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് ആണ്, ഒരുപാട് ഏജ് ഒക്കെ ആയിട്ടുണ്ടാവും അവർക്ക്. ചിലപ്പോ ഒരു നമ്മുടെയൊക്കെ പ്രായം അല്ലെങ്കിൽ ഒരു 10-20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അവന് മനസ്സുകൊണ്ട് അവൻ ചിലപ്പോ തീരെ ചെറിയ കുട്ടിയായിരിക്കും. ഒരു 3 വയസ്സുകാരന്റെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളെ മോണ്ടിസോറി പഠിപ്പിക്കുന്ന മക്കളുടെ അത്രയും ബുദ്ധി അവന്റെ മനസ്സിലുള്ളൂ. ചിലപ്പോ അവൻ വന്ന് നമ്മളെ എവിടെ തോളത്ത് ഇങ്ങനെ വന്ന് ചാടി കിടക്കും, അല്ലെങ്കിൽ നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. അവന് കാണുന്നത് നമ്മളില് അവന്റെ സെക്കൻഡ് മദറിനെയാണ്. അപ്പൊ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും മക്കൾക്ക് നമ്മളോട്. സാധാരണ കുട്ടികളെക്കാളും നല്ല സ്നേഹമായിരിക്കും. കാരണം അവര് അത് ചിലപ്പോ ചില ആൾക്കാർ, മുമ്പത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടിൽ കൂട്ടിയിട്ട് ഇട്ടായിരുന്നു പിള്ളേരെ. ഇങ്ങനെ മെന്റൽ റിട്ടേർഡ് ചിൽഡ്രൻസ് ഇതെന്ന് പറയണത് തന്നെ അവർക്ക് ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മോണ്ടിസോറി, ഞാൻ പറയില്ലേ, മോണ്ടിസോറി എഡ്യൂക്കേഷൻ വന്നുകൊണ്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ നമ്മളെ വന്ന് ഹഗ് ചെയ്യും, നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. സാധാരണ കുട്ടികളെക്കാളും അവർക്ക് കൂടുതൽ സ്നേഹം നമ്മളോട് ഉണ്ടാവും. How to deal with children with special needs? Do not underestimate the children with special needs. Children with special needs ഉള്ള കുട്ടികളെ ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്റെ ഒരു കൂട്ടുകാരത്തിന്റെ ഒരു ഫ്രണ്ട്, അവർക്ക് 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാ. ഞങ്ങളൊക്കെ ഒരുമിച്ച് നടന്ന് കളിച്ച് വളർന്നോളാണ്. 2ാം ക്ലാസ്സിൽ എത്തിയപ്പോ അവർക്ക് ഒരു പനി വന്നു, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, കണ്ണിന്റെ ഇടത്തേക്കുള്ള ഞരമ്പുകളില് എന്തോ ഒരു ഇത് വന്നിട്ട് കാഴ്ച പൂർണ്ണമായിട്ട്, എന്റെ കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. 2 കൊല്ലം ഞങ്ങളൊക്കെ പഠിച്ചു, ഓരോ ക്ലാസ് പഠിച്ചു പോയി. 2 കൊല്ലം അവിടെ വീട്ടിലിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ടു, അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് 2 കൊല്ലം പോയി. പിന്നെ അതൊക്കെ മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് ആക്ച്വൽ ആയിട്ടുള്ള ഡിസബിലിറ്റി ആണ്, ലൈഫ് ലോങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഐ ട്രാൻസ്പ്ലാന്റ്, ലെൻസ് ഒക്കെ മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ട്രീറ്റ്മെന്റ് ഒന്നും ഫലിക്കാതെ വന്ന് 2 കൊല്ലം ട്രീറ്റ്മെന്റ് എടുത്തില്ല, നല്ല എടുത്തു. അത് കഴിഞ്ഞ ആള് പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആളെ സ്പെഷ്യൽ സ്കൂളിലാണ് വിട്ടത്, ബ്രെയിൻ ലിവിയ പഠിച്ചത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. +2 +1 അവിടെ തന്നെ പഠിച്ചത്, അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ദെൻ നോർമൽ കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. സെന്റ് സേവിയേഴ്സ് എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ആലുവയില്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ ആൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇപ്പോ ആൾക്ക് എനിക്ക് തോന്നുന്നു 27 ഇയേഴ്സ് ഉണ്ട്. ആളിപ്പോ സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചറാണ്. കണ്ണ് കാണാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലെ മലയാളം ടീച്ചറാണ്. ഓക്കെ, അല്ലടാ, ഞാൻ പറയാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഉള്ള നോട്ട്സ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും, നല്ല മനോഹരമാണ്. അവിടെ വോയിസ് കേട്ടാൽ നമ്മൾ അവിടെ ഇരുന്ന് പോകും. അത്രയും മനോഹരമായിട്ട് നമുക്ക് അവൾ നല്ല കഴിവുള്ള കുട്ടിയാണ്. പിന്നെ ഫോക്കസ് ഓൺ ദർ സ്ട്രെങ്ത് നോട്ട് വീക്ക്നെസ്. നമ്മൾ ഒരിക്കലും അവരുടെ എന്ത് വീക്ക്നെസ്, നിനക്ക് കാഴ്ചയില്ലല്ലോ, നിനക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവളുടെ പാരന്റ്സും അവളുടെ ടീച്ചേഴ്സും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത്രയും നല്ല നിലകളിൽ എത്താൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞങ്ങള് എല്ലാവർക്കും, ഫ്രണ്ട്സ് ആവട്ടെ, ഞങ്ങളൊന്നും ഡിസബിലിറ്റി ആ ഒരു കാഴ്ച പോയതിനു ശേഷം അവളോട് സ്പെഷ്യൽ ആയിട്ടോ അങ്ങനെ വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ ഉള്ളവരും, അത് പാരന്റ്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയാണ് ആൾ ഇത്രയും വരെ എത്തിയത്. ഷോ ദം പേഷ്യൻസ് ആൻഡ് നോ ദം. നമ്മൾ പേഷ്യൻസ് കാണിക്കുക. നമ്മൾ ആ കുട്ടികളോട് നല്ല രീതിയിൽ പേഷ്യൻസ്, നമുക്ക് അവരെ മനസ്സിലാക്കുക, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. നല്ല ക്ഷമയോടുകൂടെ വേണം നമ്മൾ ആ കുട്ടികളോട്, ഏത് ടൈപ്പ് കുട്ടികളായാലും അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ അവരെ മനസ്സിലാക്കണം, എൻകറേജ് ചെയ്യണം. അവർക്ക് ഉള്ള കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്ത് കൊടുക്കണം. പ്രൊവൈഡ് ദ ലേണിംഗ് എൻവയോൺമെന്റ് അക്കോർഡിംഗ് ടു ദർ നീഡ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദി ചിൽഡ്രൻ. ആ കുട്ടിയുടെ നീഡ് അനുസരിച്ച്, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ആവുമ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കും. കാഴ്ച കുറവുള്ള കുട്ടി
ആണെന്ന് വിചാരിക്കുക. പൂർണ്ണമായിട്ട് കാഴ്ചക്കുറവല്ല, കാഴ്ച പരിമിതിയുടെ വിചാരിക്കുക. അപ്പൊ അവനെ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് റോളിൽ കൊണ്ടുവന്നിരുത്താം. അതേപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ കുട്ടികൾക്ക് മങ്ങല്, കണ്ണിന് തീരെ ബോർഡൊന്നും എഴുതുമ്പോൾ കാണാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു സൈഡിൽ ഇരുത്താതെ അവരെ ലൈറ്റ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കാൻ നോക്കാം. പിന്നെന്താണ്, പിന്നെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ലെക്ചർ നോട്ട്, അല്ലെങ്കിൽ നമ്മൾ ബോർഡിൽ കാര്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ അവർക്ക് വോയിസ് അവർക്ക് കേൾക്കാനും അത് കുറച്ചുകൂടി ക്ലാരിറ്റി, അവരുടെ മൈൻഡിൽ ആ ക്ലാരിറ്റി വരാനും ചാൻസ് കൂടുതലാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ കാറ്റഗറീസ് ഓഫ് കുട്ടികളെയും നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്? Children who are depressed or physically, society or culture or disadvantages should be given special opportunity to improve their educational accomplishment. നമുക്കറിയാം ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷണൽ അക്കോംപ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് ഹു നീഡ് ഓഫ്സെറ്റിംഗ് എഡ്യൂക്കേഷൻ അറ്റ് പ്രീ സ്കൂൾ ലെവൽ ആസ് ഫോളോ. ഏതൊക്കെ കുട്ടികൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പേർഷ്മെന്റ് ആണ്. വിഷ്വലിന് പ്രശ്നമുള്ള കുട്ടികൾ, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ. ഓക്കെ, പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്തവര് ഏത് ലിപിയാണ് യൂസ് ചെയ്യുന്നത് പഠിക്കാനും എഴുതാനൊക്കെ? ബ്രെയിൻ ലിപി. ഓക്കെ, ബ്രെയിൻ ലിപി. പിന്നെ ടച്ച് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മുടെ മൊമെന്റ്സിലൂടെയാണ്, അല്ലെങ്കിൽ ടച്ചിങ്, അല്ലെങ്കിൽ ഓരോ അല്ലെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അവർക്ക് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് ആണ് കൂടുതൽ കൊടുക്കുന്നത് അല്ലെ. നമ്മള് എന്താ പറയാ, ഒരു കാര്യം ഇപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ടീച്ചർമാർ എന്താ ചെയ്യാ, ആപ്പിളിന്റെ ബോർഡിൽ ആപ്പിൾ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ വരച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചിട്ട് ഇതാണ് ആപ്പിൾ എന്ന് പറയും. നമ്മൾ മോണ്ടിസോറിയിൽ വരുമ്പോൾ ആപ്പിളോ ഒറിജിനൽ ഓർ ഡെമോ ആപ്പിൾ കൊണ്ടുവന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാണ്, ഇതാണ് ആപ്പിൾ. അപ്പൊ അവരെ ടച്ച് ഒക്കെ ചെയ്ത് നോക്കാണ്, അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ചെറിയ പ്രശ്നം, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ആദ്യം ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയണം, ഇത് കുറെ ഇൻസിഡൻസ് എന്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോന്ന് പറയാം. ഞാൻ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇതേപോലെ കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. എനിക്ക് വെച്ചാല് ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ആള് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ആ സെന്റൻസ് അവൻ കാണാപ്പാടം, ഞാൻ പറയുന്നത് തന്നെ വീണ്ടും ചോദിച്ച് കാണാപ്പാടം പഠിച്ചത് കേൾപ്പിക്കും. അതേപോലെ അവനോട് എഴുതാൻ പറഞ്ഞാല് അവന് ഭയങ്കര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ പറഞ്ഞാൽ ആള് കറക്റ്റ് ആയിട്ട് ചെയ്യും. എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവൻ പഠിക്കുന്നുണ്ട്, അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ എഴുതാൻ പറ്റാത്തത്? അതേപോലെ ഞാൻ ഒരു ദിവസം അവൻ ബോർഡ് ടെസ്റ്റ് വായിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ബാക്കി എല്ലാ കുട്ടികളും ടെസ്റ്റ് വായിക്കുന്നുണ്ട്, ഇവൻ മാത്രം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ ടെസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടാണ് വായിക്കുന്നത്. ഞാൻ ചോദിച്ചു, ബുക്കിനെ താത്തിച്ച് ഇങ്ങനെ വായിക്കണേ ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല ഞാൻ ഇങ്ങനെ വായിച്ചു വിചാരിച്ചു. 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ആളോട് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവനോട് അടുത്ത് കുറച്ച് അകലെ വെച്ചിട്ട് ഇപ്പൊ കാണാൻ പറ്റണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇല്ല, ഒട്ടും കാണുന്നില്ല. അടുപ്പിച്ച് വരുമ്പോ അവന് കുറച്ചേശ്ശെ കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യം എല്ലാ ടീച്ചർമാരും ഇവരെ ഭയങ്കരമായിട്ട് വിചാരിച്ചിരുന്നത് പഠിക്കാൻ വൈകല്യമുള്ള കുട്ടിയാണ്, പഠന വൈകല്യമാണെന്ന് വിചാരിച്ചത്. കാരണം അകലെ വെച്ച് എന്നോട് കൊണ്ട് വായിപ്പിക്കുമ്പോ അവന് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ പക്ഷെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ അവന് വായിക്കാൻ പറ്റുന്നുണ്ട്, അവന് അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് പാരന്റ്സിനോട് പറഞ്ഞുകൂട്ടാം. ഞാൻ വിചാരിച്ചു പാരന്റ്സ് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്ന വിചാരിച്ചേ, പക്ഷെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവരുടെ സ്കൂളിൽ ഇതേപോലെ ഒരു ക്യാമ്പ് നടന്നു. എല്ലാ മിക്ക സ്കൂളിലും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കാഴ്ച പരിമിതി ഉണ്ട് എന്ന് അവർ കണ്ടെത്തി. അങ്ങനെ എന്തോ ഭയങ്കര പവറുള്ള ക്ലാസ്സാണ് വെക്കുന്നത്. അത്രയും ഡിഫിക്കൽറ്റി ആയിട്ട് ആ കുട്ടി ഇത്രയും പഠിക്കുകയൊക്കെ ചെയ്യില്ല, പാസ്സൊക്കെ ആവും. പക്ഷെ എന്നാലും അത്ര അവന്റെ ആ ഒരു എന്താ പറയാ കപ്പാസിറ്റിയുടെ അത്രയും അവന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്തു. ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്യാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആള് നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് തന്നെ ഒരു കഴിഞ്ഞ് ഒട്ടും കാണാൻ പറ്റുന്നത് മൂടൽ പോലെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദെൻ ഇങ്ങനത്തെ കണ്ണിന് പ്രശ്നമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ,
അവർക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുന്ന കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ബെഞ്ചിലേക്ക് ഇരുത്തണം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അതേപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊടുക്കാം. മേക്ക് ഷുവർ ദ ലൈറ്റിംഗ് ഈസ് സ്യൂട്ടബിൾ. നമ്മുടെ ആ കുട്ടിക്ക് ബോർഡ് കാണാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ബോർഡ് ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലേ? ഓർ സൈഡിൽ നിന്നാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാം. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബോർഡിൽ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ നമ്പേഴ്സ് പറയാ, ആഡ് ചെയ്യുക, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓറലി അവർ കേൾക്കുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വിഷ്വൽ ഇംപേർഷൻ ഉള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കാനായിട്ട് നോക്കുക. ഇപ്പൊ എക്സാമിന്റെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം കൊടുക്കും. കാരണം അവർക്ക് കൂടുതൽ ടൈം ആവശ്യം വരാറുണ്ട്. ഇനി നമ്മള് ബോഡിയിലോ അല്ലെങ്കിൽ പ്രസന്റേഷൻ, ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു PPT അവർ ഇട്ട് കൊടുക്കും. അത് നോട്ടാണ്, എഴുതിയെടുത്തോളാൻ പറയും. അങ്ങനെ എന്താ, എനിക്ക് ഇപ്പോഴത്തെ എഡ്യൂക്കേഷനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്. അപ്പൊ എന്താണ്, ഒരു PPT പവർ പോയിന്റ് പ്രസന്റേഷൻ കൊടുക്കും, എന്താ അത് എഴുതിയെടുക്കാൻ പറയും. എല്ലാ പിള്ളേരും നോട്ടിൽ എഴുതിയെടുക്കണം. അങ്ങനെ വരുമ്പോഴും ഈ ബോർഡിൽ എഴുതി കൊടുക്കുമ്പോഴും ഇതേപോലത്തെ കുട്ടികൾക്ക് അത് ഡിഫിക്കൽറ്റി ആണ് കോപ്പി ചെയ്യാനായിട്ട്. നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരുപാട് നേരം ലൈറ്റിലേക്ക് ഈ കുട്ടികൾ നോക്കി നിൽക്കാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ ആവുമ്പോൾ പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട് പ്രസന്റ് ചെയ്ത് കൊടുക്കൂലേ, ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോ കുട്ടികൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് നമ്മൾ കൂടുതലും ഒഴിവാക്കാൻ നോക്കുക. ഇനി കുട്ടികൾ നമ്മൾ പേരെടുത്ത് വിളിക്കാൻ നോക്കുക. അഡ്രസ് ഓൾ ദ സ്റ്റുഡൻസ് ബൈ ദർ നെയിം. അവരെ കുട്ടികളെ നമ്മൾ പേരെടുത്ത് വിളിക്കാൻ നോക്കാം. ഇതും വലിയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാനൊരു കുട്ടീനെ വിളിക്കായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു, പേര് വിളിച്ചില്ല, മോനെ വന്നേളം പറഞ്ഞു. അപ്പൊ അവൻ വേറെ സ്ഥലത്തേക്ക് നോക്കി നിൽക്കണ പോലെ തോന്നി എനിക്ക്. അപ്പൊ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്, അവൻ എന്തോ ഐ പ്രശ്നമുണ്ട്. കാരണം അവൻ എന്നെയാണ് നോക്കുന്നത്, പക്ഷെ എനിക്ക് കാണുമ്പോൾ അവൻ വേറെ ഏതോ സ്ഥലത്തേക്ക് നോക്കുന്നത് പോലെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അവര് ഓരോരുത്തരും പേര് വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പൊ അവർക്ക് എഴുതേറ്റിരിക്കാം. പിന്നെ അല്ല കണ്ണിന് വല്ല പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ വേറെ ഒരാളോട് ഇങ്ങനെ ടീച്ചർ ക്ലാസ് റൂമിൽ വന്നിട്ട് മുമ്പ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് എടാ നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അത്രയും ക്ലാസ്സിന് മുമ്പിൽ കണ്ണിന് പ്രശ്നമുള്ള കുട്ടികളെയൊക്കെ മറ്റു കുട്ടികൾ കളിയാക്കാനൊക്കെ നോക്കും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വാൺ ചെയ്ത് പണിഷ് ചെയ്ത് വിടണം. കാരണം അവർക്കൊക്കെ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ഇത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അവർ കുഞ്ഞു പിള്ളേരാണല്ലോ, കുഞ്ഞു മനസ്സാണ്. ഞാൻ പറഞ്ഞ ആ ഗ്ലാസ് വെച്ച് കണ്ണിന് ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറയില്ലേ, ആ കുട്ടിക്ക് തീരെ 2ാം ക്ലാസ്സിലെങ്ങാണ്ടായിട്ടുള്ളൂ, ഇപ്പൊ 3ലേക്ക് ആയിട്ടുള്ളൂ. ആ കുട്ടിയാണ് ഈ ഒരു പ്രശ്നം വന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ നോക്കാം. ടച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. നമ്മള് പ്രിന്റഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിലാണ് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു 10th അതേപോലെ തന്നെ 10th 8th 9th ആ ഒരു റേഞ്ചിൽ ഉള്ള കുട്ടികൾക്ക് ചില സ്കൂളുകളായിരിക്കും ഇപ്പൊ പ്രോപ്പർ അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വന്നത്. കാരണം നമുക്ക് അവരുടെ ഒരു പ്രോഗ്രസ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ +1 +2 ഒക്കെ നോക്കിക്കഴിയുമ്പോഴും അത്ര വലിയ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല കുട്ടികളിൽ. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഇപ്പൊ അത്രയും ഒരു സ്റ്റാൻഡേർഡ് തോന്നുന്നില്ല. അന്നൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, ഇന്നും നല്ല ടീച്ചേഴ്സാണ്. അപ്പൊ പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ ടീച്ചർമാരുടെ മനോഭാവം എന്ന് വെച്ചാൽ ഇവര് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്താണ് ആ ഒരു തിങ്കിങ് ആണ്. അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എഫേർട്ട് ഇടുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അതാണ് നമ്മുടെ ടീച്ചേഴ്സ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ടീച്ചേഴ്സ് ആയിരുന്നു. നല്ല അടി, നല്ല വീട്ടുകാരൊന്നും ചോദിക്കാനും ചെയ്തൂലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടോ, ഒരു കുട്ടി ഫോൺ എന്തോ പിടിച്ചു വെച്ചിട്ട് ഹെഡ് മാസ്റ്ററോട് മോശമായിട്ട് ഹെഡ് മാസ്റ്റർ എടുത്തിയത്. നമ്മുടെയൊക്കെ സമയത്ത് നമ്മൾ ഹെഡ് മാസ്റ്ററിന്റെ മുമ്പിൽ കൈയും കാലും വരച്ചിട്ടില്ല. ഒരു വടിയും കൊണ്ട് വരുമ്പോ തന്നെ ഞാനൊക്കെ വരച്ചിട്ടുണ്ട്. മുടി മുമ്പ് റിബണൊക്കെ കെട്ടണം, അപ്പുറത്ത് റിബണൊക്കെ കെട്ടണം. അത് റിബണൊന്ന് അഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ പേടിയാണ്. ഹെഡ് മാസ്റ്റർ പാസ്സാവുന്നവരെ അത് കണ്ടു കഴിഞ്ഞാൽ തല്ലും എന്നുള്ള പേടിച്ച് നമ്മൾ അത്രയും പേടിച്ചായിരുന്നു വളർന്നത്. അല്ലെങ്കിൽ ടീച്ചർമാർ അടിച്ചാലും നമുക്കൊരു വീട്ടുകാരോട് പോയി പറഞ്ഞാൽ അവർ പ്രതികരിക്കാനൊന്നും വരില്ല.
പക്ഷെ ഇത് എന്ന് വെച്ചാല് ഭയങ്കര ഒരു ജനറേഷന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ. പക്ഷെ അന്ന് അത് ടീച്ചേഴ്സ് വീട്ടിൽ നിന്ന് ആക്കി പാരന്റ്സ് തന്നാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരന്റ്സ് എന്ന് പറഞ്ഞാല് അച്ഛന്റെ കയ്യിലെ പണവും അച്ഛന്റെ രാഷ്ട്രീയമാണ് ഇന്ന് ഒരു കുട്ടിയുടെ ഭാവിനെ തകർക്കണത്. അതായത് മോനത് ചെയ്താല് അതിന്റെ ഇത് അച്ഛനെ ഏറ്റെടുക്കാണ്. ഞാൻ വന്നോളാം, ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുക, അല്ലാതെ തെറ്റ് തിരുത്തി കൊടുക്കണില്ല അവിടെ. അതുകൊണ്ടാണ് ടീച്ചേഴ്സിന് ഇത്രയും പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ ഏറ്റവും ബേസിക് ആയിട്ട് തിരുത്തുന്നതും നല്ല ക്യാരക്ടേഴ്സും പറഞ്ഞു കൊടുക്കേണ്ട ഏജ് ഏറ്റവും ചെറിയ പ്രായത്തിലാണ്, അല്ലെ? 3 to 6 അല്ലെ? നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന കുട്ടികൾ ആ ഒരു ഏജിലാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും പേരുണ്ട്, നമ്മൾ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്. ഇത്രയും ടീച്ചേഴ്സിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെയെങ്കിലും ലൈഫ് ഇതേപോലെ മാറ്റാൻ പറ്റില്ലേ? ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു കുട്ടീനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അതാണ് നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, ഒരു കുട്ടിയെങ്കിലും നല്ല ഭാവിയിലേക്ക് എത്തട്ടെ. അതായിരിക്കണം നമ്മുടെ എയിം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും അത് മനസ്സിൽ വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ഇൻസിഡന്റ് കേട്ടോ. ഒരു കുട്ടി 9th പഠിക്കുന്ന കുട്ടിയാണ്. അവന്റെ അച്ഛന്റെ സ്കൂട്ടർ എടുത്ത് ഓടിച്ച് നടക്കാണ്, സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ കറങ്ങി നടക്കാണ്. അപ്പൊ ആ ടീച്ചർ HM ആണ് വിളിച്ച് പാരന്റിനോട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇതേപോലെ വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേപോലെ തന്നെ ആ കുട്ടിക്കും അവരുടെ ഭാവിക്കും അത് മോശമാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞ ഡയലോഗാണ്. ഈ വളരെ വിഷമം തോന്നിയ ടീച്ചർ പറഞ്ഞപ്പോ, എന്റെ മോനില്ലേ, മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സ്കൂളത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ടീച്ചർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വേർഡ്സ് ആണ്. ടീച്ചർക്ക് ഒരു കാര്യം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു, ടീച്ചർക്ക് ഒരു കാര്യം ഉണ്ടാകുന്നത് നേരെ MD വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, വണ്ടിയിൽ പൊക്കോളും, കൊച്ചു പൊക്കോളും, അച്ഛന്റെ ലൈസൻസ് പോകും, വണ്ടിയുടെ പേപ്പറും പോകും എന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ, ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഇതേ സംഭവം. ആണോ? എന്നിട്ട് ടീച്ചർ മെസ്സേജ് ഇട്ടേക്കുവാണ്, ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടേക്കണം, മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. ഇന്നലെ അതിന്റെ അസംബ്ലി വിളിച്ചിട്ട്, മക്കളെ വിളിച്ചിട്ട് അസംബ്ലി വിളിച്ചിട്ട് ടീച്ചർമാർ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നിങ്ങളോട് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ടീച്ചർ സ്പെഷ്യൽ ആയിട്ട് അസംബ്ലി വിളിച്ച് പിള്ളേരോട് പറയുവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട്. ചെറിയ ഏജ് മുതൽ കൊടുക്കണം പ്രോപ്പർ ട്രെയിനിങ്. അല്ലാതെ വലുതായ ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാനോ അവന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവന് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചെറുപ്പത്തിലേ മുതൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നല്ലൊരു കുട്ടിയായിട്ട് വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതില് ഇപ്പൊ ടീച്ചർമാർക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അഭിപ്രായം കുടുംബത്തിൽ നിന്ന്, ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മുടെ മക്കള് കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഓരോ കാര്യങ്ങള് എഴുന്നേറ്റ് വരുമ്പോ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെക്കും മക്കളെ എന്ന് പറയുമ്പോൾ മറ്റൊരാള് പറയാം അത് അവന് ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരാളെ കൊണ്ട് മാത്രം സാധിക്കില്ല. അതൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പാരന്റ്സ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്ന നിലയിലും വേണം. കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റില്, ഇമോഷണൽ ഡെവലപ്മെന്റ്, നിങ്ങൾ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തോ ആദര ടീച്ചർ? ഓക്കെ, എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേജില് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇമോഷണൽ ഡെവലപ്മെന്റില്, സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ കുട്ടികളുടെ ഓരോ വളർച്ചയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പങ്ക് വഹിക്കുന്നത് ഫാമിലിയും അതേപോലെ നമ്മുടെ ടീച്ചേഴ്സും ആണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർക്ക് ഭാവിയിൽ വരുന്ന ദോഷഫലങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഒരു കുട്ടികളോട് നീ പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് എന്താണെന്നറിയാമോ? അവരെല്ലാവരും, കുട്ടികളെല്ലാവരും വിളിച്ചിട്ട് നമുക്ക് ഒരു ക്യാൻസർ റിസർച്ച് സെന്ററിലേക്ക് ഒരു ദിവസം ഒരു വിസിറ്റിന് പോവാം. ജസ്റ്റ് ഒരു വിസിറ്റ്, ഒരുപാട് ട്രിപ്പൊക്കെ പോകണമല്ല, അതേപോലെ ഒരു ദിവസത്തെ ഒരു ക്യാൻസർ റിസർച്ച് സെന്ററിലേക്ക് പോയി ഇന്നത്തെ ഫ്രീക്കന്മാര് നമ്മൾ ഈ മുടിയൊക്കെ ചുരുട്ടി ഫ്രീക്കൊക്കെ വണ്ടിയിൽ സൂപ്പറായിട്ടൊക്കെ നടക്കൂലേ, ഒരു മിനിറ്റ് തമ്മിൽ അങ്ങനെ ഫ്രീക്കായിട്ട് നടക്കുന്ന കുട്ടികളില്ലേ, അവരുടെ ഭാവിയിലത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കഴിച്ച് അവരുടെ ഭാവിയിലത്തെ അവസ്ഥ അവിടെ ഉണ്ട്. ഈ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതേപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൊക്കെ ഇവരുടെയൊക്കെ ഭാവി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആൾക്കാര് അല്ലെങ്കിൽ എന്താണ് മുതിർന്നവര് അവരവിടെ ഉണ്ട്. അവരെ കാണിച്ചു കൊടുക്കണം, ഇതായിരിക്കും നിങ്ങളുടെ ഭാവി, ഇങ്ങനെ ആവണോ നിങ്ങൾക്ക്. ഒരു ചെറിയ പ്രായത്തിലെ മരണം
കാത്തു കിടക്കേണ്ടി വരും എന്ന്. അവരോട് ചോദിക്കാം അവർക്ക് എങ്ങനെയാ അസുഖം വന്നത്. ഭൂരിഭാഗവും ജനറ്റിക് ആയുള്ള ഡിസോർഡർ കൊണ്ട് വരുന്നതായിരിക്കില്ല ക്യാൻസർ. അതായത് അറിയാണ്ട് കൂടി വന്നതായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഏതെങ്കിലും ബാഡ് ഹാബിറ്റ് മൂലമായിരിക്കും ഈ പറഞ്ഞ അസുഖം വന്നത്. അപ്പൊ പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ തമന്ന മോൻ എന്താ ഷെയർ ചെയ്യാനുള്ളത്? അന്ന് മിസ് പറഞ്ഞില്ലേ ഇതേപോലെ നമ്മള് കുട്ടികളില് ഇങ്ങനെ ഈ ഒരു അവർക്ക് മനസ്സിലാവണം. നമ്മൾ പറയുന്നേക്കാൾ കൂടുതൽ അവരെ ഒന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ കാണണം. അപ്പൊ ഇത് എനിക്ക് കേട്ടപ്പോ ഇപ്പൊ ഞാനിപ്പോ 8ാം ക്ലാസ് ഇംഗ്ലീഷില് ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാന്. എഡ്വാർഡ് വെറൽ ലൂക്കാസിന്റെ ഒരു ചാപ്റ്റർ ആണ്. അതില് എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മിസ് ഭീം എന്ന് പറഞ്ഞ ഒരാളുടെ സ്കൂളിനെ പറ്റിയാണ് കേട്ടോ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ചെറിയ സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. മിസ് ഭീം എന്ന് പറഞ്ഞ ഒരാള് അവരൊരു സ്കൂള് നടത്തുകയാണേ. അപ്പൊ ഈ സ്കൂളില് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്കൂളിലും പഠിത്തവും ഡാൻസ് ആ ഒരു രീതിയല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവര് കുട്ടികൾക്ക് ഓരോ ഡേ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ബ്ലൈൻഡ് ഡേ ഉണ്ട്, ഡെഫ് ഡേ ഉണ്ട്, ഡംബ് ഡേ ഉണ്ട്, അങ്ങനെ ആചരിക്കും. ബ്ലൈൻഡ് ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് എല്ലാം കണ്ണ് കെട്ടിക്കും. കണ്ണ് കെട്ടിച്ചിട്ട് ഒരാളെ മോണിറ്റർ ചെയ്യാൻ 1-2 പേരെ ഏൽപ്പിക്കും. കണ്ണ് കെട്ടിയിരിക്കുന്ന കുട്ടികളെ നമ്മൾ ഒരാളെ മോണിറ്റർ ചെയ്ത് പിടിച്ചോണ്ട് നടക്കുമ്പോൾ അവര് പറയാ അയ്യോ ഒന്നും കാണാൻ വയ്യ, മൊത്തം ഇരുട്ടാണ്, എന്തുവാ കാണുന്നത്. അതായത് ഒരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ ഒന്നും കണ്ണ് കെട്ടിയിരിക്കുന്ന ആൾക്ക് അറിയാൻ വയ്യ. ഇനി ഡെഫ് ഡേ വരുമ്പോ എന്താ, ചെവി കെട്ടും, അതേപോലെ കാല് മടക്കി കെട്ടും. ലെയിം ഡേ വരുമ്പോ കൈ മടക്കി കെട്ടും, കൈയുടെ ഡേ വരും. അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താ പറയുന്നത് ഈ ഒരു ഡിസബിലിറ്റീസ് പിള്ളേരെ കാണിക്കും. അപ്പൊ കുട്ടികൾ പറയും എല്ലാം സഹിക്കാം, ഈ കൈയും കാലും കണ്ണൊക്കെ കെട്ടുമ്പോ പേടിയാവുക, ഇരുട്ട് കയറുന്നു, നമുക്ക് പേടി വരുന്നു, ഒന്നും കേൾക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ പറയുന്നുണ്ട് നമുക്ക് കിട്ടിയ ഒരു ഡിസബിലിറ്റി ഇല്ലാതെ കിട്ടിയ നമ്മുടെ ശരീരം, നമ്മുടെ ഓരോ പാർട്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കേൾവി, കാഴ്ച, ഇതൊക്കെ എന്ത് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഭയങ്കര വെൽത്തിയും ഹെൽത്തിയും ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡി എന്നുവെച്ചാൽ കുട്ടികളിൽ നമുക്ക് നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റും. ഈ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവം തന്ന ശരീരവും മനസ്സും ഒരേപോലെ കൺട്രോൾ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. കണ്ടോ, കണ്ണില്ലാത്തവന്റെ വില കണ്ണ് കെട്ടിവെച്ച് ഒരു ദിവസം നോക്കി അറിയാൻ പറ്റും. ചെവി കേൾക്കാൻ പറ്റാത്ത ചെവി കെട്ടിവെച്ച് അറിഞ്ഞോ. കൈയും കാലും കെട്ടിവെച്ചപ്പോ കൈയും കാലും ഇല്ലാത്തവരുടെ വിഷമം മനസ്സിലായി. അതേപോലെ സംസാരം, വാ ഒന്ന് മൂടി കെട്ടിയപ്പോ മനസ്സിലായി ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ വയ്യ. അങ്ങനെ അവര് കരഞ്ഞു പോകുന്നൊരു നിമിഷങ്ങളുണ്ട് അതില്. അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ലൈഫിന്റെ വില ഓരോ കുട്ടികൾക്കും ആ ആക്ടിവിറ്റീസിലൂടെ മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചത് കുട്ടികളിൽ നല്ലൊരു മിസ് പറഞ്ഞ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാം. ആരും ഇനി പുകവലിക്കോ, ഇനി നിങ്ങൾ ആരെങ്കിലും മോശമായിട്ട് യൂസ് ചെയ്യോ എന്നേക്കുമ്പോ എല്ലാരും പറയും ഇല്ല ടീച്ചർ, ഇല്ല ഞങ്ങൾ ചെയ്യത്തില്ല, നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ നല്ല ചാപ്റ്റർ ആണ്, പറ്റുമെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കണം. ദ സ്കൂൾ ഫോർ സിമ്പതി എന്നാ പേര്. ഓക്കേടാ, അതിലെ എനിക്ക് അത് വായിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഇംഗ്ലീഷ് സ്റ്റോറി വായിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് ഈ ഒരു ആള് സ്കൂളിലേക്ക് വരുമ്പോ ആദ്യം വിചാരിക്കുന്ന ആ കുട്ടിക്ക് തീരെ കണ്ടുകൂടാ എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ഉണ്ടാവും, ഒരു ദിവസം മോഡൽത് ആ കുട്ടിക്ക് വേറെ എവിടേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആദ്യം വിചാരിക്കും ഇവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ് എന്ന് വിചാരിക്കും. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം ഇവരുടെ ഇത് നോക്കുന്നുണ്ട്. അപ്പൊ കണ്ണ് കാണാത്ത കുട്ടികൾ പറഞ്ഞില്ലേ, അത് തലയിൽ തന്നെ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവർക്ക് എന്താണ്, എല്ലാ കാര്യത്തിലും ഒരാളുടെ സഹായം വേണം. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ തരുന്ന ഈ കണ്ണ്, അതിന്റെ ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മുടെ ഇതാണ്, നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കേണ്ടതായിട്ട് വരും. അതേപോലെ ഇതേ സാഹചര്യത്തിലുള്ള ഒരാളെ പോലും കണ്ണ് കാണാത്ത മറ്റൊരു വ്യക്തിനെ ആ കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മോശം രീതിയിൽ കളിയാക്കാനോ അല്ലെങ്കിൽ എന്താണ് മോശമായിട്ട് പെരുമാറാനോ ഒന്നുമല്ല. അവരോട് നമുക്ക് തോന്നുന്ന ഒരു സഹായമായിരിക്കും. കാരണം നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും ഭയാനകമാണ് കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത്. ഏറ്റവും ബ്ലൈൻഡ് ആയിട്ട് എനിക്ക് പേടിയല്ലേ, നമുക്കൊക്കെ ഇരുട്ട് പേടിയല്ലേ.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ജീവിതകാലം മുഴുവനും നമുക്ക് ഒട്ടും ഒരു തരി വെളിച്ചം പോലും ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെത്ര ഭയാനകമായ ജീവിതമാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സ്നേഹിക്കുക. അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട കെയറും സ്നേഹവും എല്ലാം നമ്മൾ കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫുൾ ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ, വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ കാഴ്ച പരിമിതികളുള്ള കുട്ടികളാണെങ്കിൽ എക്സ്ട്രാ ടൈം, എക്സാമിന് അവർക്ക് എക്സ്ട്രാ ടൈം അലോ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അവരുടെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ച് സൈസ് കൂട്ടി പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിരിക്കും. കാരണം അവർക്ക് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ലിപിയിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ, തീരെ കാഴ്ച കുറവാണെങ്കിൽ ബ്രെയിൻ ലിപിയിൽ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എത്രയായാലും പൈസ ആയാലും അത് PTA മറ്റ് ഒരു സംഘടനയുടെ വഴിയോ എങ്ങനെയായാലും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ കുട്ടികളോട് ചില ക്ലാസ് അവർക്ക് വേണ്ട എസെൻഷ്യൽ നീഡ്സ് ഡിവൈസ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർക്ക് റെസ്റ്റ് ടൈം കൊടുക്കുക, അളവ് കൊടുക്കുക. പിന്നെ എൻഷുർ സ്യൂട്ടബിൾ പ്രിന്റ് സൈസ്, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത് സൂട്ടബിൾ ആയിട്ടുള്ള സൈസിലാവുന്നു എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം. ആണോ മുനീറ, എന്താ പ്രശ്നം? അത് കോങ്കണ്ണാക്കി ഇങ്ങനെ നോക്കായിരുന്നു. അപ്പൊ ഞാള് കൊണ്ടുപോയി കാണിച്ചു നോക്കി. അങ്ങനെ ആയിപ്പോണ്ടാന്ന് വെച്ചിട്ടാണ് കാണിക്കാൻ പോയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് കാഴ്ചന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ കണ്ണ് തെറ്റിപ്പോന്നാണ് അല്ലെ. നോക്കുന്ന സമയത്ത് കണ്ണട വെക്കണമെന്ന് പറഞ്ഞ് 5 കൊല്ലം വെക്കണം. നല്ല പവറുള്ള കണ്ണട. ഇപ്പൊ കണ്ണട ഇല്ലെങ്കിൽ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരികയും ചെയ്യും. കണ്ണട ഇത്തിരി നേരം വെക്കാണ്ടൊക്കെ ഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫോണ് തിരികെ കൊടുക്കരുത് നമുക്ക്. എന്റെ പരിചയത്തിൽ ഇതേപോലെ കണ്ണിന് പ്രശ്നമുള്ള കുട്ടിയില് അവൻ നോക്കുമ്പോ നമുക്ക് തോന്നും വേറെ എവിടേക്കൊക്കെ നോക്കണമെന്ന്. പക്ഷെ അവൻ പറയും ഞാൻ ടീച്ചറിനെ തന്നെ നോക്കണത്, കണ്ണിന്റെ പ്രശ്നം കൊണ്ട് തോന്നണമെന്ന് പറയും. അപ്പൊ ഇതാരെ വായിക്കുന്നത്? പാരഗ്രാഫ് ഫസ്റ്റ് ഓരോരുത്തർ വായിക്കട്ടെ. ഫസ്റ്റ് പാരഗ്രാഫ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർമെന്റ്. വിളിക്കണോ? സിന്ധു വായിക്കും. Children with visual impairment. Children are either unsighted by birth or become blind because of various reasons. The acquired cause of visual deficiency are diseases like smallpox, meningitis, trachoma, scarlet fever, burns, or contact with dangerous or poisonous chemicals. The compensatory or special education is required according to the hardness of visual impairment. അടുത്തോട്ട് വായിച്ചോടാ. The parents of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situations bad to the eyes. Periodic checkup or special ophthalmic examination should be arranged. നോക്കട്ടെ, ചില കുട്ടികള് ജന്മനാലെ കാഴ്ച വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും. ചില കുട്ടികൾക്ക് ചില റീസൺസ് കാരണം കാഴ്ച നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഞാൻ കഥ ഇപ്പൊ തവണ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ ഞാൻ പറയാം. ആരാണ് ആ വ്യക്തി എന്ന് പറയണോട്ടാ. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലോ 2nd സ്റ്റാൻഡേർഡിലോ അത്രയും ചെറിയൊരു കുട്ടി, 10 വയസ്സുള്ളപ്പോ ഒരു കുട്ടിക്ക് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചു. ന്യൂമോണിയ വന്നപ്പോ ഒരു പാരന്റ്സ് എല്ലാവരും വിചാരിച്ചിട്ട് കുട്ടീനെ കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോകും, ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവളെ നമുക്ക് തിരിച്ചു കിട്ടി. ഈ കുട്ടീനെ നമുക്ക് ജീവനോട് തിരിച്ചു കിട്ടി. പക്ഷേ ഈ അസുഖം അവളെ വിട്ടു പോയപ്പോ അവളുടെ കണ്ണും കേൾവിശക്തി നഷ്ടപ്പെട്ടു, കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു. പിന്നീട് ആ കുട്ടി വലുതായി ലോക പ്രശസ്തമായ ഒരു എഴുത്തുകാരിയായിട്ട്. ആരാണത്? അപ്പോ പല അസുഖങ്ങൾ മൂലവും നമുക്ക് ഈ നമ്മുടെ കാഴ്ചക്ക് പ്രശ്നങ്ങൾ, കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്മോൾ ബോക്സ്, പിന്നെ എന്താണ് മെനിഞ്ചൈറ്റിസ്, പിന്നെ ബേൺസ് എന്ന് പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ഫീവർ എന്ന് പറയുന്നത് ന്യൂമോണിയയുടെ തന്നെ വകഭേദമാണ്. പിന്നെ ബേൺസ്, പൊള്ളലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ എന്താ പറയുക പൊള്ളൽ അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പോയിസൺസ് കെമിക്കൽസ് ആയിട്ടുള്ള കോണ്ടാക്ട് മൂലം നമുക്ക് ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട്.
ഈ ടാപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരില്ലേ, റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നത്, അവർ ഒരു തരം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. റബ്ബർ ടാപ്പ് ചെയ്യുന്ന റബ്ബർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു വിളിച്ചിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ആ വിളിച്ച് ഞാൻ വായിച്ചത്, പത്രത്തിൽ വായിച്ചത്, സ്ഥിരമായിട്ട് ഒരു 30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ, ആ കെമിക്കൽസ് ഈ റബ്ബർ എന്തൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിപ്പോ കാണുന്ന പോലെ ഷീറ്റ് ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പൊ അങ്ങനെ എന്തോ കെമിക്കൽസ് കൂടുതലായിട്ട് നമ്മളത് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട കെമിക്കൽസ് ഡൈലൂട്ട് ചെയ്യണം എന്നറിയാതെ യൂസ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ആ ചേട്ടന്റെ കാഴ്ച എന്ത് ചെയ്തു പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളോട് പറയണം ഇന്ന കാര്യങ്ങള് ആൻസർ ആണോ, ഓക്കെ, ഇന്ന കാര്യം, ഓക്കെ, ഇങ്ങനെ കാര്യങ്ങള് ഡേഞ്ചർ ആണ്, നമ്മുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾ പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോ ആസിഡോ മറ്റ് പോയിസൺസ് ആയിട്ടുള്ള കെമിക്കൽസിൽ നിന്ന് നമ്മളൊരു ദൂരം പാലിച്ചു വേണം നമ്മൾ നിൽക്കാനായിട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ലാബിലൊക്കെ കാര്യങ്ങൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർ എന്ത് വെക്കുന്നുണ്ട്, ഷീൽഡ്, ഗ്ലാസ്, മാസ്ക്, ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് അപ്പൊ കെയർഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം കെമിക്കൽസിന് സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ കാഴ്ചക്ക് വരെ അത് എന്താണ് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മള് പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കണം. ഇതേപോലത്തെ കെമിക്കൽസോ ഡേഞ്ചറസോ പോയിസൺസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും കുട്ടികളുടെ അടുത്ത് വെക്കരുത്. പിന്നെന്താണ്, മാക്സിമം അവർക്ക് വാക്സിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും വാക്സിൻസ് ഒരു പരിധി വരെ കുട്ടികളെ രക്ഷപ്പെടുത്തും. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള വിഷ്വലി ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ കോമ്പൻസേറ്ററി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ് കുട്ടികളോട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം എന്താണ്, കണ്ണുകളാണെന്ന് തോന്നണം. കാരണം എന്താണ്, നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ കണ്ണുകളുള്ളതുകൊണ്ടാണ്. ഇത്രയും മനോഹരമായ ഭൂമി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, മഴ, കാറ്റ്, അതേപോലെ കടല്, എല്ലാം നമുക്ക് ഈ കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. എത്ര അത് നമുക്ക് മനസ്സിലാവില്ല. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കണ്ണ് കെട്ടിയിട്ടോ ഇരുതോ നോക്കി, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കുക. നമ്മളുടെ സ്ഥിരം പരിചയമുള്ള ആ ഒരു ഏരിയ കൂടെ തന്നെ നമുക്ക് നടന്നു നോക്കുക. നമുക്ക് എന്തോ ഭയം ഒരു മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ പ്രശ്നങ്ങള് നമുക്ക് അറിയാൻ പറ്റില്ല. കുട്ടികളോട് അവരുടെ ഈ കഥയില്ലേ, അവര് പറഞ്ഞ കഥ എല്ലാവരും റീഡ് ചെയ്ത് നോക്കണം. 8th ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആണ് തോന്നുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് റീഡ് ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. കാരണം അത് കുറെ ടെക്നിക്സ് കേട്ടപ്പോൾ എനിക്ക് തോന്നി മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുണ്ട്, വായിച്ചപ്പോ അപ്പൊ തോന്നിയതാണ് മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ ആ ഒരു ടീച്ചർ അവിടെ ആ സ്കൂളിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനെ ചിന്തിച്ചാണ്. അപ്പോ ഓക്കെ, അപ്പോ നമ്മള് അതിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച്, അതിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്, അതിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ണ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളിപ്പോ പുറത്തുനിന്നൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ണൊന്ന് കഴുകി കഴിഞ്ഞ് നമുക്കൊരു എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ണൊക്കെ കഴുകുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏതൊക്കെ പച്ചക്കറികളാണ് നല്ലത്? ഇലക്കറികളൊക്കെ നല്ലതാണ്. കുട്ടികളോട് ഇത് പറഞ്ഞു, ഇതൊക്കെ നല്ലതാണ്. ഇത് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ഡയറ്റിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എന്താണ്, നമ്മളുടെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, കണ്ണിന് ബാഡ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കുട്ടികളോട് ട്രെയിൻ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് കണ്ണിലേക്ക് ഒരു ഏതെങ്കിലും വരാന്ന് തോന്നിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണ് അടച്ചു പോകും. അപ്പൊ കുറെയൊക്കെ നമ്മളുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ കണ്ണിന് ദോഷകരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഒരുപാട് പൊടിയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം, കണ്ണ് മൂടാനായിട്ട്, അല്ലെങ്കിൽ ഹെൽമെറ്റ് ആണെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ട്, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഹെൽമെറ്റ് ഉണ്ട്, അപ്പൊ ഗ്ലാസ് ഇട്ടിട്ട് പോകാനായിട്ട് നോക്കുക. അതേപോലെ ഷീൽഡ് വെക്കേണ്ടവർക്ക് ഷീൽഡ് വെക്കാൻ പറയാം.
പിന്നെ പീരിയോഡിക് ചെക്കപ്പ് ആൻഡ് സ്പെഷ്യൽ ഇൻ എക്സാമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുക, സ്പെഷ്യൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷ്വലി ഇമ്പേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടോയെന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താനായിട്ട് പറ്റും. അതൊരു പ്രശ്നം നമുക്ക് മുൻകൂട്ടി അവരെ കണ്ടെത്താൻ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും. ഞാനൊരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് ഈ ഒരു പ്രശ്നം തുടങ്ങിയ സമയത്ത് കണ്ടെത്തിയിരുന്ന എനിക്ക് തോന്നുന്നു കാഴ്ച ഇപ്പോഴും നഷ്ടപ്പെടില്ലായിരുന്നു. അന്ന് കുറെ കാലം മുമ്പ് ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല നമ്മുടെ ഈ പറഞ്ഞ ടെക്നോളജി. അതേപോലെ കേരളത്തില് എല്ലാ ഹോസ്പിറ്റലൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഐ ട്രീറ്റ്മെന്റ് ഒന്നും അവൈലബിൾ അല്ല. അന്ന് എറണാകുളത്ത് മാത്രമായിരുന്നു. എറണാകുളം വരെ പോയി വരാനായിട്ട് തന്നെ ഒരു ദിവസം ഫുൾ ഡേ പോകും. അതേപോലെ നല്ല ചെലവുള്ള കാര്യമാണ്. അപ്പൊ ഒരുപാട് കുറെ ഇപ്പോഴത്തെ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഐ ക്ലിനിക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളോട്. അതേപോലെ ഹെൽത്തി ഫുഡ്സ് ഏതൊക്കെയാണ്, നമ്മൾ പറയാറില്ല ക്യാരറ്റ് കഴിച്ച കാഴ്ച കൂടൂട്ടാ, അല്ലെങ്കിൽ ചീര കഴിച്ച കാഴ്ച കൂടൂട്ടാ എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് അവരോട് എന്തിനാണ് ഇത് കഴിക്കുന്നതെന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. ഇത് കഴിച്ച ഇന്നത് കിട്ടും, ഇത് കഴിച്ച ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് തന്നെ കുട്ടികളോട് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി അവർക്ക് കൊണ്ട് എന്ത് ചെയ്യും, ഭക്ഷണ രീതി ആയാലും ജീവിതശൈലി ആയാലും അത് ഫോളോ ചെയ്യിപ്പിക്കാം. ഇനി അടുത്താണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പേർഷൻ, കേൾവിക്കുറവുള്ള കുട്ടികൾ. കേൾവിക്കുറവ് ഉള്ള കുട്ടികളെ എനിക്ക് തോന്നുന്നു സാധാരണ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെക്കാളും പ്രശ്നം കേൾവിക്കുറവുള്ള കുട്ടികൾക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരും. അവൻ എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അവന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഭയങ്കര പ്രശ്നമാണ് ഹിയറിംഗ് ഇമ്പേർഷൻ എന്ന് പറയുന്നത്. ഈ ഹിയറിംഗ് പ്രോബ്ലംസ് വരുന്ന ഫാമിലി ഹിസ്റ്ററി മൂലമാണ്. ഇപ്പൊ അച്ഛനമ്മയ്ക്ക് ആർക്കെങ്കിലും കേൾവിക്കുറവുണ്ടോ അല്ലെങ്കിൽ കേൾവി പരിമിതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കേൾവി ശക്തി ഇല്ലെങ്കിൽ മക്കൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഡഫ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, ഫാമിലി ഹിസ്റ്ററി, പിന്നെ ക്ലോസ് റിലേഷൻ മാരേജുകൾ. ഞങ്ങള് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു മാരേജ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവന്റെ മോളെ അതെ മാം, ഈ തായ്മാമൻ, ഞങ്ങളുടെ തമിഴില് പറയും തായ്മാമനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ജനറ്റിക് ആയ ആ പ്രോബ്ലം വരും എന്ന് പറയും മാം. അങ്ങനെയുണ്ട്. അത് തായ്മാമനാണ് എന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളേന അല്ലെ, അമ്മയുടെ ആങ്ങളേനെ കല്യാണം കഴിച്ചാല്. അതെ മാം, അതെ മാം. പിന്നെ മാമന്റെ മകനെ കല്യാണം കഴിച്ചാലും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയും പറയാറുണ്ട്. കല്യാണം കഴിച്ചാലും ഉറപ്പിനും മറിച്ചിരിക്കണം അങ്ങനെ റിലേഷനിൽ ക്ലോസ് റിലേഷൻ ആണ് അവര്. അങ്ങനത്തെ റിലേഷനിൽ മാരേജ് ചെയ്താലും എന്താണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും. അർജുനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരാള് എന്താണ് വന്നില്ലേ, എന്തായിരുന്നു അത് തമിഴായിട്ടുള്ള ഒരാളുടെ പേര്? മറ്റേ കർണനാണോ പറയണേ? ആരെ? ആരെന്നെയാ പറയണേ? അർജുൻ വെള്ളത്തിൽ വീണു പോയിട്ട് പുഴയില് തമിഴായിട്ടുള്ള ഒരാൾ രക്ഷിക്കാൻ വന്നില്ലേ? എന്താ പേര്? കർണനാണോ? കർണൻ? കർണനല്ല. അയാള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇതേപോലെ അമ്മായിയുടെ മോളെ അങ്ങനെ എന്തോട്ടാ ഉണ്ടായ എല്ലാ കുട്ടികൾക്കും ജനറ്റിക് ആയിട്ട് പ്രശ്നമുണ്ട്. നമ്മള് നോക്കാം. അങ്ങനെ ക്ലോസ് റിലേഷൻ മാരേജ് കൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹിയറിംഗ് ഡിസബിലിറ്റി, ഈശ്വർ അതാണ് തോന്നുന്നത് പേര്. ഓക്കെ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, കോംപ്ലിക്കേഷൻ ഓക്കേടാ. ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ? ഇപ്പൊ അമ്മയുടെ ബ്ലഡ് പോസിറ്റീവ്, അച്ഛന്റെ ബ്ലഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം വരില്ല. രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് ഇതേപോലെ തന്നെ അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് കുട്ടിക്കെങ്കിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസും ഈ ഡിസബിലിറ്റീസ് ഒക്കെ സംഭവിക്കാൻ ആ ഒരു ബ്ലഡ് ഓൾറെഡി അമ്മയുടെ ബോഡിയിൽ ആന്റിജൻ ഈ ബ്ലഡിനെതിരെയുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കാരണം കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കേൾവി ശക്തിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിഷ്വൽ ഇമ്പേർഷനും അത് ബാധിക്കും. കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലേ, അത് നോർമൽ ഡെലിവറിയിലാണ് മെയിൻ ആയിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്താ പറയുക യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ആണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ചിലപ്പോൾ ഭാവിയിൽ കാഴ്ച പരിമിതി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ഫസ്റ്റ് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ബാക്ടീരിയ വഴി വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നോർമൽ ഡെലിവറി ആവുന്ന സമയത്ത് ഈ കുട്ടിയുടെ കണ്ണിലേക്ക് ഈ ഇൻഫെക്ഷൻ വരാനും അതവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും അത് കൂടാനും ആ കാഴ്ചക്ക് ഒരു ചെറിയ പരിമിതി ഉണ്ടാവാനുള്ള ചാൻസ്, ഒരു ചെറിയൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ്, നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ അധികം സൗണ്ടുള്ള സ്ഥലത്തൊന്നും പോകരുത്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യരുത്, സിഗരറ്റ് വലിക്കരുതെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാർക്കും ഇതേപോലത്തെ എന്താ പറയുക ഡിസബിലിറ്റീസ് ഉള്ള ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് ജനിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ ഡ്യൂറിംഗ് ഡെലിവറിയുടെ സമയത്തും ഇതേപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പൊക്കിൾക്കൊടി ചുറ്റി കേട്ടിട്ടുണ്ടല്ലോ, കഴുത്തിക്കൂടെ പൊക്കിൾക്കൊടി ചുറ്റി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കേൾവി ശക്തി അതേപോലെ വേറെ മറ്റു ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വരാറുണ്ട്. പിന്നെന്താണ്, ബർത്ത് വെയിറ്റ് 1,200 കുറവാണെങ്കിൽ, ഓക്കെ 1,200 കുറവാണ് ബർത്ത് വെയിറ്റ് ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ ഇതേപോലത്തെ ജന്മനാലെ ഉള്ള ഡിസബിലിറ്റീസ് കണ്ടുവരുന്നുണ്ട്. പ്രീമച്വർ ബർത്ത് എന്ന് വെച്ചാൽ 32 ആഴ്ച തികയാതെയാണ് കുട്ടി ഡെലിവറി നടക്കുന്നതെങ്കിൽ ഇതേപോലത്തെ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ മെലൈസിസ്. എന്താണ് മെലൈസിസ്? എന്താ പിള്ളേരെ മെലൈസിസ്? എന്താണ് പിള്ളേർ മെലൈസിസ്? ഡിസീസ് ആണോ? മീസിൽസ്. സോറി മീസിൽസ്. സോറി മീസിൽസ് എന്താണെന്ന് അറിയാവോ? അത് വന്നു കഴിഞ്ഞാല് കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില അസുഖങ്ങൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാല് കേൾവി ശക്തി, മീസിൽസ് എന്ന് പറയുന്നത് ഇതാണ് 5ാം പനി കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുട്ടികള് എങ്ങനെയാണ് നമ്മളോട് ചിക്കൻ ബോക്സ് ആണ് എല്ലാടാ. ചിക്കൻ ബോക്സ് പോലത്തെ ചുമന്ന കളറില മേത്തൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ. അതെ മാം, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ചിക്കൻ ബോക്സ് ആണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഓക്കേടാ. ആൾക്ക് ഇളയാൾക്ക് ചിക്കൻ ബോക്സ് അല്ലല്ലോ, ചിക്കൻ ബോക്സ്. എല്ലാവർക്കും എങ്ങനെയുണ്ട് മോന്? കുറഞ്ഞു. കുളിച്ചു, ഇന്നലെ കുളിച്ചു. ഹസ്ബൻഡും ഒക്കെ ആയി, ഞാനും ഒക്കെ ആയി. പിന്നെ മൂത്ത മകൻ എന്ന് പറയുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അവനും ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറിയാണ് എനിക്ക് ഉണ്ടായത്. പിന്നെ ബർത്ത് സമയത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. 4 മാസം ആയപ്പോൾ ഇങ്ങനെ പനി വന്നു, ന്യൂമോണിയ ആയി. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയി. പിന്നെ എല്ലാം ഡിലേ ആയിപ്പോയി. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവൻ ഇരിക്കേണ്ടതും കമിഴ്ന്ന് വീഴേണ്ടതും ഒന്നും ചെയ്തില്ല. പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തെറാപ്പിയൊക്കെ നടത്തി, ഫിസിയോതെറാപ്പി നടത്തി. അങ്ങനെ 9 മാസം ആയപ്പോഴാണ് കേൾവിയെ കുറിച്ച് അറിയുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ 3 വയസ്സിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തു. ഇപ്പൊ ഓക്കെ ആയി. ആളിപ്പോ ഡിഗ്രി BFA പഠിക്കുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഒന്നും അല്ലായിരുന്നു. ഞങ്ങള് കല്യാണമൊക്കെ അങ്ങനൊന്നും ഉള്ളതല്ലായിരുന്നു. പിന്നെ ബ്ലഡ് ഡിഫറെന്റ് അല്ല. ക്ലോസ് റിലേഷൻ അല്ല. സൈഡ് എഫക്റ്റ് ആയിരിക്കും ആ അസുഖത്തിന്റെ പ്രശ്നം. കാരണം ആ ഒരു ഏജിലാണ് വന്നത്. 4 months എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഇല്ലാടാ, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ തോന്നുന്നു ഗവൺമെന്റ് പുതിയൊരു വാക്സിൻ, ന്യൂമോണിയ ഇപ്പൊ കൂടുതലായിട്ട് കുട്ടികളെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ന്യൂമോണിയക്കെതിരെ വാക്സിൻ ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ഒരു കുറച്ച് നാളായിട്ട് 1.5 വർഷത്തിനുള്ളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ന്യൂമോണിയയുടെ വാക്സിൻ ഇപ്പൊ നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ കൊടുക്കുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉണ്ട്. ഇപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ആക്ടിവിറ്റി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇപ്പോഴത്തെ
പറഞ്ഞത് പ്രിപ്പയർ ചെയ്യോ നിങ്ങള്? ചെയ്തോണ്ടിരിക്കുന്നു. അടുത്ത 7ാമത്തെ യൂണിറ്റ് ആകുമ്പോ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നു. 7th യൂണിറ്റ് ആണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് യൂണിറ്റ് ആകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആശാ വർക്കർ ഉണ്ടാവും നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ. ഏതെങ്കിലും ആശാ വർക്കർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ഒന്ന് നല്ല രീതിയിൽ കറക്റ്റ് ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ടെന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ വേണം. കറക്റ്റ് കാരണം നമുക്കറിയാം ഇതിന്റെ വാക്സിൻസ് ഒക്കെ കൊടുക്കും, ഇന്നതാണ് ഈ അസുഖത്തിനൊക്കെയുള്ള പ്രിവെൻഷൻ ആണ്. പക്ഷെ ഏത് ടൈമാണ്, ഏതൊക്കെ വാക്സിൻ ആണ് പുതിയത് കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ന്യൂമോണിയക്ക് കൂടുതലായിട്ട് കുഞ്ഞു കുട്ടികൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ന്യൂമോണിയക്കെതിരെ വാക്സിൻ കൊടുക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. കാരണം പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ന്യൂമോണിയ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലങ്സിനെയൊക്കെ ബാധിക്കുന്ന ന്യൂമോണിയകള് കൂടുതലായിട്ടേ. അത് മതി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുക വിഷ്വൽ ഇംപേർഷ്മെന്റ് വിഷ്വൽ ഹിയറിംഗ് ഇംപേർഷ്മെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ജസ്റ്റ് അതൊന്നും പറയാണ്. ജനിച്ച ഉടനെ തന്നെ നമ്മൾ കേൾവി ശക്തിയുടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്ന രക്ഷിത അന്നുണ്ടായിരുന്നോ? ഓക്കെ, ഇപ്പൊ ജനിക്കുന്ന കുട്ടികളെല്ലാം അന്ന് കേൾവിയുടെ ടെസ്റ്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് 2002 അപ്പോ ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നുള്ള 2 കുട്ടികളുടെയും പിറ്റേന്ന് തന്നെ ടെസ്റ്റ് നടത്തി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഭയങ്കര ഭയമായിരിക്കും കേൾവിക്ക് പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചിട്ട്. ടെസ്റ്റ് ഉണ്ട് ഇപ്പൊ അതെല്ലാ ഹോസ്പിറ്റൽസിലും നിർബന്ധമായിട്ട് നടത്തണം എന്നുണ്ട്. കാരണം ചെറുപ്പത്തിലെ എന്തെങ്കിലും ഡിഫക്ട് കണ്ടുപിടിച്ചത് മാറ്റിയെടുക്കാനായിട്ട് എളുപ്പമാണ് ചെറിയ പ്രായത്തില്. വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. എന്നുവെച്ചാൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്താലും സർജറി ഒക്കെ ചെയ്താലും എത്ര പെർസെന്റേജ് എഫക്ട് ആവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഇതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഇതേപോലെ കേൾവിയുടെ ചെറിയൊരു പ്രശ്നം അവര് ജനിച്ച ഉടനെ കണ്ടുപിടിച്ച ഹോസ്പിറ്റലിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. ഇനിയിപ്പോ സർജറിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് 3 വയസ്സായിട്ട് സർജറി ചെയ്യാമെന്ന് പറയുന്നത്. 3 വയസ്സ് ആവാറായിട്ടുള്ളൂ, 2.5 വയസ്സൊക്കെ കഴിഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, സാധാരണ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മള് കാതൊക്കെ കുത്തേണ്ട പ്രായം കഴിഞ്ഞു ആൾക്ക്. ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. എനിക്ക് അറിയായിരുന്നു ഹിയറിംഗ് എന്തോ പ്രശ്നമുണ്ട്. ഹോസ്പിറ്റലിൽ കുറച്ച് നാള് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. പിന്നെ നോർമൽ ആയെന്ന് വിചാരിച്ചു. പക്ഷെ സർജറിക്ക് വേണ്ടിയിട്ട് അവര് എന്റെ ഇടത്തിലെ കാത് കുത്തിയിട്ടില്ല. അതിന്റെ ഒരു ഭാഗമായിട്ട് അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ചെയ്യണ്ട, കാത് കുത്തണ്ട, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഹിയറിംഗ് ഇംപേർഷ്മെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിവുകൾ ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നാളെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? താങ്ക് യു. പറഞ്ഞോളൂ ഉമ്മ. Happiness is when what you think, what you say, and what you do are in harmony. Mahatma Gandhi. Okay, thank you all. Thank you, ma'am. Thank you, ma'am. Wonderful class. Thank you, ma'am. Bye.